നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിയിലും നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് കൃത്യമായിട്ട് ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കാരണം മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ഒരു സ്ട്രക്ചർ നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് 19,700-720 നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇതൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ഓപ്പണിംഗ് കാനുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് വന്നെങ്കിലും ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ പറഞ്ഞിരുന്നു 19,760 സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലാണ് ഹോൾഡ് ചെയ്ത് നിലനിർത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഒരുപാട് സമയം നിഫ്റ്റിയോട് സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ എപ്പോഴും ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു കാൻഡിസ്റ്റിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു സെൽ കാൻഡിസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇതിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലുള്ള നിലനിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും 19,760 ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ലൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈ സെയിം ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലൂസ് ഇട്ടുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് അടുത്തൊരു സപ്പോർട്ട് വരെ കുറച്ചൊരു വോളറ്റിലായിരുന്നാലും അടുത്തൊരു സപ്പോർട്ട് വരെ നിഫ്റ്റി താഴത്തേക്ക് വന്നിരുന്നു. അടുത്തൊരു സപ്പോർട്ട് 19,745 745 അടുത്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് നിഫ്റ്റി ശ്രമിച്ചിരുന്നു. എന്നിരുന്നാലും ഇതൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി അല്ല. ബൈയുടെ ഓപ്പർച്യൂണിറ്റി അടുത്തൊരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ആ ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ നിലനിൽക്കുന്നത്. അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തു 19,700 720 അടുത്ത് നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം 19,745 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോഴും നിഫ്റ്റി ഒരു ബൈ സിഗ്നലായിരുന്നു. പക്ഷെ അടുത്തൊരു റെസിസ്റ്റൻസ്, ഇപ്പോൾ റെസിസ്റ്റൻസ് ഏരിയകൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ആയിട്ട് സൂചിപ്പിച്ചിരുന്നത്, അതായത് ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സേഫ്. അതിനുശേഷമായാലും നിഫ്റ്റി റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും വീണ്ടും ഈ ഒരു റേഞ്ചിൽ ഒരു വോളറ്റൈൽ ആൻഡ് സൈഡ് വൈസ് ഒരു മൂവ്മെന്റ് ആയിരുന്നു നിലനിർത്തിയിരുന്നത്. ട്രേഡ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു മാർക്കറ്റ്. കാരണം ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു വോളറ്റൈൽ ആൻഡ് സൈഡ് വൈസ് മൂവ്മെന്റ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിരുന്നാലും കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് രാവിലത്തെ ആദ്യത്തെ ഒരു ട്രേഡോ അല്ലെങ്കിൽ 1-2 ട്രേഡിന് ശേഷം നിർത്തുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു പ്രോഫിറ്റ് നിലനിർത്താനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ നിഫ്റ്റി ആയാലും ഈ ഒരു ട്രെൻഡ് എങ്ങനെ മാനേജ് ചെയ്യാം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയിലായാലും 19,600 താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രമാണ്, ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തിയാൽ മാത്രമാണ് നിഫ്റ്റിയിലായാലും ഈ ഒരു ട്രെൻഡ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ നിഫ്റ്റി ആയാലും ഓരോ സപ്പോർട്ട് ലെവൽ വരുമ്പോഴായാലും നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. പക്ഷെ നമുക്കൊരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെസിസ്റ്റൻസിന്റെ മുകളിലാകുമ്പോൾ എപ്പോഴും ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. സപ്പോർട്ട് തിരിച്ച് ബ്രേക്ക് ചെയ്യാതെ 19,760 അതിൻ്റെ ഒരു താഴത്തേക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ക്യാനിൽ ക്ലോസ് ചെയ്യാതെ നമ്മളൊരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത്, അതുപോലെ തന്നെ സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ചില ദിവസങ്ങളിൽ ചിലപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫെയിലിയർ ആയേക്കാം. എന്നിരുന്നാലും ഏറ്റവും ചെറിയൊരു റിസ്കിൽ തന്നെ ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഒരു ദിവസം മിസ്സായാലും നെക്സ്റ്റ് ഡേ ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ആ ഒരു വലിയൊരു ട്രെൻഡ് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു മൊമെന്റം ഇങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെന്റുകൾ ക്യാച്ച് ചെയ്താലാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. വരും ദിവസങ്ങളിലായാലും നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ തൊട്ടടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ തന്നെയാണ് കാണുന്നത്. പക്ഷെ നമുക്കൊരു സേഫായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സപ്പോർട്ടോ റെസിസ്റ്റൻസോ അതിനൊരു മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുക, ഇൻ കേസ് നമ്മളൊരു പൊസിഷൻസ് ഹോൾഡ് ചെയ്യുമ്പോൾ. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുന്നതിനായിട്ട് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റി ഈ ഒരു ട്രെൻഡ് ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡായാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്ന 19,600 ആ ഒരു ലെവലിൽ നിന്നായാലും നിഫ്റ്റി ബൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് എപ്പോഴും നിഫ്റ്റി ഒരു ബൗൺസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നിഫ്റ്റിക്കായാലും നമ്മളത് സൂചിപ്പിച്ചിരുന്ന ലെവൽ തന്നെയാണ് 19,800 എപ്പോഴും 800 താഴെ നിലനിൽക്കുമ്പോൾ എപ്പോഴും ആ ഒരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. പക്ഷെ 800 മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ ഒരു ദിവസം ക്ലോസ് ചെയ്താൽ ചിലപ്പോൾ നല്ലൊരു മൊമെന്റം മുകളിലേക്ക് അത് എക്സ്പെക്ട് ചെയ്യാം.
അപ്പോൾ 800 എപ്പോഴും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയയുടെ ഇടയിലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏരിയ കാണുന്നത് 19,750-80 50 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി നമ്മളിത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 19,750 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി 80 മുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 800 മുകളിൽ നിഫ്റ്റി എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. 820 റെസിസ്റ്റൻസ് കാണുന്നത്. ഞാൻ ഇവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടില്ല. 820 റെസിസ്റ്റൻസ് വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ലെവല് മാനേജ് ചെയ്യേണ്ടത് രണ്ടാമത്തെയും മൂന്നാമത്തെയും അറ്റംപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടുകളൊക്കെ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നിലനിൽക്കണമെന്നില്ല. ചിലപ്പോൾ അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ട്രോങ് ആയിട്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മാത്രം ഷോർട്ട്സിന്റെ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് ഹോൾഡ് ചെയ്യുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ ഉടനെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 19,700 680 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 730 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈയുടെ ഒരു സെന്റിമെന്റ് തന്നെയാണ്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലും ശ്രദ്ധിക്കുക. ഇത് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ലോവർ ലെവൽ സപ്പോർട്ട് 600-620. അപ്പോൾ വരും ദിവസങ്ങളിലായാലും 600 താഴത്തേക്ക് ഒരു ഹോൾഡ് നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സെന്റിമെന്റ് മാറും. ഈ ഒരു സെന്റിമെന്റ് മാറി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യതയുണ്ട്. പക്ഷെ കറണ്ട് സെന്റിമെന്റ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. അതനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ എങ്ങനെയാണ് ഇന്ന് വർക്ക് ചെയ്ത് ശ്രദ്ധിക്കുക. 45,800-900 എന്ന് പറയുന്ന റേഞ്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നമ്മളൊരു എക്സ്പെക്ടേഷൻ നമ്മളത് സൂചിപ്പിച്ചിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രാറ്റജി ആയാലും നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് നിഫ്റ്റിയിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെന്റിമെന്റിൽ ക്ലോസിംഗ് അനുസരിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതിപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. നമുക്ക് എപ്പോഴും ആ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ നമുക്ക് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. ഇവിടെ നമുക്ക് ഷോർട്ട് സെല്ല് തന്നെയാണ് സാധ്യത. 47,700 ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ മാർക്കറ്റ് ആയാലും ഇവിടെ കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടാണ് നിലനിർത്തിയിരുന്നത്. എന്നിരുന്നാലും എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ഫാൾ വന്നിരുന്നു. കാരണം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 47,550 അടുത്തൊരു സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 550 നോക്കുക. എക്സാക്റ്റ് ആയിട്ട് 550 ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അതിനുശേഷം ആയാലും 47,700 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെൽ ട്രെൻഡിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ലോവർ ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്തെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ എത്തിയിരുന്നില്ല. ബൗൺസ് ചെയ്തിരുന്നെങ്കിലും അതായത് നമ്മുടെ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, മാർക്കറ്റ് ഒരു വോളറ്റൈൽ ആയിരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട്സിന്റെ പൊസിഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു മുകളിലേക്ക് തിരിച്ചു കയറി കഴിഞ്ഞാൽ ഉടനെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി. പിന്നെ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള രീതി വരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളായാലും എങ്ങനെയാണ് നമുക്കൊരു മാനേജ് ചെയ്യേണ്ടത്? ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും 47,660 റെസിസ്റ്റൻസ് കാണുന്നത്. 660 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും ചെറിയൊരു ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന ഈ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 47,800-900 ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. എന്നിരുന്നാലും ഇതിന്റെ മുകളിൽ സ്റ്റിൽ ബൈ സെന്റിമെന്റ് ആയിരിക്കും. അപ്പോൾ 47,660 താഴെയാണ് ഓപ്പൺ എങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ 47,500-660 ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 340 സപ്പോർട്ടിന്റെ അടുത്തേക്ക് എത്തും. 200 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈക്ക് ഒരു സ്ട്രെങ്ത് ഉള്ളൂ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു മൂവ്മെന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ളൊരു ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ചെറിയ ടൈം ഫ്രെയിമിലും വലിയ ടൈം ഫ്രെയിമിലും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എക്സാക്റ്റ് ആയിട്ട് 20,300 അടുത്താണ് ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്.
2300 അടുത്ത് നിന്ന് എക്സാക്റ്റ് ആയിട്ട് ഒരു ബൗൺസ് നടത്തി. പക്ഷെ ആ ഒരു ബൈക്ക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ആയാലും ഫിനിഫ്റ്റി ആയാലും സൈഡ് വൈസ് ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആയിരുന്നു. ഈ ഒരു മൂവ്മെന്റ് ശ്രദ്ധിക്കുക. അതായത് ഈ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് തിരിച്ച് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒന്നെങ്കിൽ ഒരു വോളറ്റാലിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ഒരു മൂവ്മെന്റ് ആയിരിക്കും. അതായത് സ്ട്രെങ്ത് ഇല്ലാത്തൊരു മൂവ്മെന്റിന് മാത്രമാണ് തിരിച്ചു കയറാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് തിരിച്ചു കയറാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻ കേസ് ഷോർട്ട്സ് ആൻഡ് പൊസിഷൻ ഉണ്ടെങ്കിൽ അഗ്രസീവ് ആയിട്ട് ഷോർട്ട്സ് ആൻഡ് പൊസിഷൻ പിന്നെ ഇതിന്റെ മുകളിലേക്ക് തിരിച്ചു കയറി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം മാർക്കിന്റെ ആ ഒരു മൊമെന്റം കുറയും, മാർക്കിന്റെ ആ ഒരു സ്പീഡ് കുറയാനായിട്ടൊരു സാധ്യത കൂടുതലാണ്. അതേ രീതിയിലുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നൽകുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഫിനിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫിനിഫ്റ്റിയുടെ ഹയർ ലെവല് റെസിസ്റ്റൻസ് 2450 ആണ്. 450 ഒരു താഴെ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സാധ്യത. വലിയൊരു ഗ്യാപ്പിലാണ്. പക്ഷെ എന്നിരുന്നാലും ഈ റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇൻ കേസ് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ 1500 ശേഷമുള്ള ട്രെൻഡ് ഫോളോ ചെയ്താലാണ് കൃത്യമായിട്ടുള്ള ട്രെൻഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത്, ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാൽ 1500 ശേഷം ബൈയിൽ ഓപ്പർച്യൂണിറ്റി വന്ന് യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസുകൾ കാണാനില്ല. റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണാനുള്ളത് 20330. 330 മുകളിലാണെങ്കിലും സപ്പോർട്ടിലാണ്. ബൈയിൽ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 2260 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ, അതായത് ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ഈ ഒരു റേഞ്ച് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 2260 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന ലെവൽസിന്റെ അടുത്താണ്. വരും ദിവസങ്ങളിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ ഓൺ കമ്പനി പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.